70ാമത്തെ വയസ്സിലേക്ക് നമ്മുടെ ഈ കൊച്ചു കേരളം കടക്കുമ്പോൾ ഒരുപാട് നമുക്ക് അഭിമാനിക്കാനുണ്ട്. കേരളപ്പിറവി ദിനത്തിൽ ചരിത്രം കുറിക്കാൻ പോവുകയാണ് സർക്കാർ. സാക്ഷരതയിൽ എന്നതുപോലെ ആരോഗ്യത്തിൽ എന്നതുപോലെ തന്നെ ശിശുമരണ നിരക്കിൽ കുറഞ്ഞു എന്ന റെക്കോർഡിട്ടതുപോലെ സംസ്ഥാനത്തെ അതിദാരിദ്ര്യമുക്തമായി ഇന്ന് പ്രഖ്യാപിക്കും. പ്രത്യേക നിയമസഭാ സമ്മേളനത്തിൽ മുഖ്യമന്ത്രിയാണ് ഈ പ്രഖ്യാപനം നടത്തുക. സെൻട്രൽ സ്റ്റേഡിയത്തിൽ വൈകിട്ട് നടക്കുന്ന പരിപാടിയിൽ നടന്മാരായ മമ്മൂട്ടി, മോഹൻലാൽ, കമൽഹാസൻ എന്നിവർ പ്രത്യേക അതിഥികളാകും. 5650 കുടുംബങ്ങളെ അതിദാരിദ്ര്യത്തിൽ നിന്ന് മോചിപ്പിച്ചുവെന്നാണ് സർക്കാർ പറയുന്നത്. നിയമസഭയിൽ വമ്പൻ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമോ എന്നതിലും ആകാംക്ഷയുണ്ട്. അതേസമയം സർക്കാർ പ്രഖ്യാപനത്തിനെതിരെ പ്രതിപക്ഷം ഇന്ന് രംഗത്തെത്തി. കണക്കുകൾ ശരിയല്ലെന്നാണ് വിമർശനം. നിയമസഭാ സമ്മേളനം ചട്ടവിരുദ്ധമെന്ന് കാണിച്ച് സ്പീക്കർക്ക് നോട്ടീസ് നൽകി. വികസിത കേരള പ്രതിജ്ഞാ ദിനമായി ആചരിക്കാനാണ് BJPയുടെ തീരുമാനം. TV പ്രസാദും റോഷിപാലുമുണ്ട്. ആദ്യം TV പ്രസാദിലേക്ക്. വെരി ഗുഡ് മോർണിംഗ് TV പ്രസാദ്. വെരി ഗുഡ് മോർണിംഗ് റോഷിപാൽ. പ്രസാദ്, വളരെ സന്തോഷമുള്ള പ്രഖ്യാപനത്തിനായി കേരളം കാതോർത്തിരിക്കുകയാണ്. നമ്മുടെ നാട് അങ്ങനെ പട്ടിണിയില്ലാത്ത നാടായി മാറുന്നു എന്നതിൽ വലിയ സന്തോഷം ഈ പിറന്നാൾ ദിനത്തിൽ നമുക്ക് കിട്ടാനില്ലല്ലോ. അപ്പോൾ എപ്പോഴാണ് പ്രഖ്യാപനം? എങ്ങനെയാണ് ചടങ്ങുകൾ ക്രമീകരിച്ചിരിക്കുന്നത് TV പ്രസാദ്? ഗുഡ് മോർണിംഗ് അരുൺ. ഗുഡ് മോർണിംഗ്. അതിദാരിദ്ര്യമുക്ത പ്രഖ്യാപനം നടക്കുന്നത് ഉച്ചയ്ക്ക് ശേഷമാണ്. 3:30 തിരുവനന്തപുരത്തെ സെൻട്രൽ സ്റ്റേഡിയത്തിലാണ് പ്രഖ്യാപനം നടത്തുക. അരുൺ പറഞ്ഞതുപോലെ മുഖ്യമന്ത്രിയെ കൂടാതെ മമ്മൂട്ടി, മോഹൻലാൽ, കമൽഹാസൻ തുടങ്ങി വിവിധ മേഖലകളിൽ പ്രഗത്ഭരായ ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള പ്രഖ്യാപനമാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത്. ഇതിനകം തന്നെ 5000 ചില്ലറ കുടുംബങ്ങളെ ദാരിദ്ര്യത്തിൽ നിന്ന് മോചിപ്പിച്ചു എന്നാണ് സർക്കാർ അവകാശപ്പെടുന്നത്. ഒപ്പം ഈ അതിദരിദ്രരുടെ പട്ടികയിൽ നിലവിലുള്ളത് 64,006 പേരെയാണ്. അവരെയും മുൻപന്തിയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. അപ്പോൾ എല്ലാവരോടും ഉയർത്തുന്ന ഒരു സംശയം, ആരാണ് അതിദരിദ്രർ എന്നുള്ളതാണ്. അതിൽ ഇന്നലെ MP രാജേഷ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി കൊടുത്ത മറുപടി ഇതാണ്. അതായത് സർക്കാരിൻ്റെ സഹായം ഇല്ലാതെ ഇനി മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന കുടുംബങ്ങളെയാണ് നമ്മൾ തിരഞ്ഞെടുത്തത്. അവർക്ക് മതിയായ രേഖകളുണ്ടാവില്ല. അവർക്ക് ഇതുവരെയും സർക്കാരിൻ്റെ ഒരു സഹായവും കിട്ടിയിട്ടുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ അവരുടെ മുന്നോട്ട് പോക്ക് പ്രതിസന്ധിയിലാണ്. അതാണ് യഥാർത്ഥത്തിൽ അതിദാരിദ്ര്യം എന്നാണ് ഇന്നലെ മന്ത്രി വിശദീകരിച്ചത്. അതിനെതിരെയാണ് ഇന്നലെ പ്രതിപക്ഷം രംഗത്ത് വരികയും ചെയ്തത്. എന്നാലും ഇനിയിപ്പോൾ കുറേ ദരിദ്രരെ കണ്ടെത്താനുണ്ടാകും. ഉറപ്പായും സ്വാഭാവികമാണത്. അത്തരം നടപടികളിലേക്ക് കൂടി കടക്കും സർക്കാർ എന്ന് നമുക്ക് പ്രതീക്ഷിക്കുകയും ചെയ്യാം. പക്ഷേ നേരത്തെയൊക്കെ വന്ന കണക്കുകൾ അനുസരിച്ചും LDFിൻ്റെ പ്രകടന പത്രിക അനുസരിച്ചും ഇതൊന്നുമല്ല കണക്ക് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ സർക്കാരാകുമ്പോൾ ഒരു മാനദണ്ഡം വെച്ചിട്ടായിരിക്കും അത് നിശ്ചയിച്ചിട്ടുണ്ടാവുക. ആ മാനദണ്ഡം എന്താണ് എന്ന് പുറത്തുവിടണമെന്നാണ് ഇന്നലെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞത്. എന്തായാലും അരുൺ, അഭിനന്ദനാർഹമായ ഒരു കാര്യം തന്നെയാണ് സർക്കാരിൻ്റെ ഭാഗത്തുണ്ടാകുന്നത്. പാവങ്ങളെ തിരിച്ചറിയുന്നു, അവരെ കൈപിടിച്ച് കയറ്റാനുള്ള ഒരു ശ്രമം ഉണ്ടാകുന്നു എന്നുള്ളത് ചെറുതല്ല. രാജ്യമാകെ എടുത്തു കഴിഞ്ഞാൽ അതിൽ ഒരു പ്രധാനപ്പെട്ട തുരുത്തായി കേരളം മാറുന്നു എന്നുള്ളത് തന്നെയാണ്. ഏത് സംസ്ഥാനത്തിനും മാതൃകയാവുന്ന രീതിയിലേക്ക് സംസ്ഥാനം മാറുന്നു എന്നുള്ളത് തന്നെയാണ്. അത് പറയുമ്പോൾ തന്നെ ഇതിവിടെ അവസാനിപ്പിക്കേണ്ടതല്ല. ഇതോടുകൂടി അതിദാരിദ്ര്യം കേരളത്തിൽ അവസാനിപ്പിച്ചു എന്നും ആർക്കും കരുതേണ്ടതുമില്ല. എന്തായാലും അത് സംബന്ധിച്ചുള്ള പഠനവും പരിശോധനയും കൂടുതൽ ആളുകളെ ഉൾപ്പെടുത്തുന്ന നടപടിയും തുടരും എന്ന കാര്യം വ്യക്തവുമാണ്. പക്ഷേ പ്രതിപക്ഷം ഇതിനെതിരെ രംഗത്ത് ഈ കണക്കുകൾ പ്രതിപക്ഷത്തെ ചെറിയ രീതിയിൽ ആശങ്കപ്പെടുത്തും. എന്നാൽ അതേസമയം സ്വാഭിമാനം മലയാളികൾ ഒരുമിച്ച് ഈ അതിദാരിദ്ര്യ വിമുക്ത കേരളം എന്ന ആശയത്തെ കൈകോർത്ത് പിടിക്കുകയും ചെയ്യും. പ്രതിപക്ഷം ഉയർത്തുന്ന പ്രധാനപ്പെട്ട ആശങ്കകളും ചോദ്യങ്ങളും എന്തൊക്കെയാണ് റോഷി? പ്രതിപക്ഷം എങ്ങനെയാണ് ഇന്ന് നിയമസഭയിൽ ഇതിനെ നേരിടാൻ പോകുന്നത്? ചട്ടവിരുദ്ധമെന്ന് കാണിച്ച് ഇതിനകം തന്നെ സ്പീക്കർക്ക് കത്ത് നൽകിക്കഴിഞ്ഞു. അരുൺകുമാർ, പ്രതിപക്ഷം നേരത്തെ തന്നെ ഈ ഇന്നത്തെ നിയമസഭാ സമ്മേളനം ചട്ടവിരുദ്ധമാണെന്ന് ചൂണ്ടിക്കാണിച്ച് സ്പീക്കർക്ക് നോട്ടീസ് നൽകിയിട്ടുണ്ട്. AP അനിൽകുമാറാണ് നോട്ടീസ് നൽകിയത്. അതിൻ്റെ കാരണം പൊതു അവധി ദിവസം ഇങ്ങനെ സഭാ സമ്മേളനം വിളിക്കുന്നത് അത് പ്രതിപക്ഷവുമായി ആലോചിക്കണം. നിയമസഭയുടെ പ്രത്യേക അനുമതിയും വാങ്ങണം. അങ്ങനെ അനുമതി വാങ്ങാതെ ചട്ടവിരുദ്ധമായിട്ടാണ് നിയമസഭാ സമ്മേളനം വിളിച്ചു ചേർത്തിരിക്കുന്നത്. അജണ്ട പുറത്തു വരുമ്പോൾ അജണ്ടയിൽ മുഖ്യമന്ത്രിയുടെ പ്രസംഗം മാത്രമാണ്. ചട്ടം 300 പ്രകാരമുള്ള മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനം പ്രതിപക്ഷ നേതാവിനോ കക്ഷി നേതാക്കൾക്കോ സംസാരിക്കാനുള്ള അവസരം പോലുമില്ല. അതിദാരിദ്ര്യ മുക്ത കേരളം എന്ന പ്രഖ്യാപനത്തിൽ പോലും വ്യത്യസ്ത അഭിപ്രായമാണ് പ്രതിപക്ഷത്തിനുള്ളത്. കേരളം പൂർണ്ണമായും അതിദാരിദ്ര്യത്തിൽ നിന്ന് മുക്തമായിട്ടില്ല എന്ന നിലപാട് പ്രതിപക്ഷം സ്വീകരിക്കുന്നു. എന്ത് മാനദണ്ഡത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ അതിദാരിദ്ര്യ മുക്ത കേരളം എന്ന പ്രഖ്യാപനത്തിലേക്ക് സർക്കാർ പോകുന്നത് എന്ന ചോദ്യം കൂടി പ്രതിപക്ഷം ഉയർത്തുന്നുണ്ട്. ഏതായാലും പൊതു അവധി ദിവസം പോലും സഭാ സമ്മേളനം വിളിക്കുമ്പോൾ അതുമായി സഹകരിക്കാൻ തങ്ങൾ സന്നദ്ധരായിട്ടും തങ്ങളുമായി ആലോചിക്കാതെ തങ്ങൾക്ക് പ്രസംഗിക്കാനുള്ള അഭിപ്രായം പറയാനുള്ള അവസരം കൂടി നൽകാതെ ഇങ്ങനെ സഭാ സമ്മേളനം വിളിക്കുന്നതിനുള്ള എതിർപ്പാണ്. സ്വാഭാവികമായും ഇന്ന് രാവിലെ ചേരുന്ന UDFിൻ്റെ പാർലമെൻ്ററി പാർട്ടി യോഗം സഭയ്ക്കകത്ത് സ്വീകരിക്കേണ്ട നിലപാട് ചർച്ച ചെയ്യും.
കടുത്ത പ്രതിഷേധം പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്ത് സഭയ്ക്കകത്ത് ഉണ്ടാകാനുള്ള സാധ്യതയാണ്. കാരണം പ്രതിപക്ഷ നേതാവിന് സംസാരിക്കാനുള്ള അവസരമില്ലാത്തതുകൊണ്ട് തന്നെ ഒരുപക്ഷെ സഭാ സമ്മേളനം തുടങ്ങുന്ന ഘട്ടത്തിൽ തന്നെ പ്രതിപക്ഷം പ്രതിഷേധിക്കാനുള്ള സാഹചര്യം. 8 മണിക്ക് ചേരുന്ന UDF പാർലമെന്ററി പാർട്ടിയിലാണ് ഈ കാര്യത്തിൽ അന്തിമ തീരുമാനം എടുക്കുക. അരുൺകുമാർ, പ്രശ്നമുള്ളൊരു കാര്യം വളരെ കൃത്യമായി തന്നെ തദ്ദേശ വകുപ്പ് മന്ത്രി എങ്ങനെയാണ് അതിൻ്റെ രീതിശാസ്ത്രം നടന്നത്, എങ്ങനെയാണ് ഈ സർവേ നടത്തിയത്, 3 ഘട്ടങ്ങളിലെ 2021 മുതൽ ഹ്രസ്വകാല, ഇടക്കാല, ദീർഘകാല പദ്ധതികളിലൂടെയാണ് 64,006 കുടുംബങ്ങളിൽ നിന്ന് ചില ആളുകളെ നമുക്ക് ഒഴിവാക്കേണ്ടി വന്നു. അവർ നാടോടി സംഘങ്ങളിൽപ്പെട്ടവർ, ചിലർ മരിച്ചുപോയി. അതിനിടയ്ക്ക് ഇവരെയൊക്കെ ഒഴിവാക്കി ഏറ്റവും ഒടുവിലുള്ള പട്ടിക നമ്മൾ തയ്യാറാക്കിയത്. അവരെ പ്രത്യേക മൈക്രോ പ്ലാനിങ്ങിലൂടെ, സൂക്ഷ്മമായ ആസൂത്രണത്തിലൂടെയാണ് പട്ടിണിയില്ലാത്ത ഒരു കേരളത്തെ സൃഷ്ടിക്കാൻ സർക്കാർ ശ്രമിച്ചിരിക്കുന്നത് എന്നാണ് സർക്കാർ പറയുന്നത്. എന്നാൽ ഈ കണക്കുകളിൽ പ്രതിപക്ഷം സംശയം പ്രകടിപ്പിക്കുന്നു. ഇന്ന് നിയമസഭാ സമ്മേളനം വിളിച്ചു ചേർത്തതിന് ചട്ടവിരുദ്ധമാണെന്ന് ആരോപിക്കുന്നു. എന്നാൽ ചട്ടം 300 പ്രകാരമാണ് ഇന്നത്തെ നിയമസഭ വിളിച്ചു ചേർത്തിരിക്കുന്നത് ഭരണപക്ഷം. നമുക്ക് കാണാം ഇനി വരാൻ പോകുന്ന നിമിഷങ്ങൾ ഇതിനെക്കുറിച്ചുള്ള ആഴമേറിയ ചിന്തകളായിരിക്കും. ഒരുപക്ഷെ കേരളത്തിൽ ഇങ്ങനൊരു ചർച്ച നടക്കുന്നു എന്നുള്ളത് എത്ര സന്തോഷമുള്ള കാര്യമാണ്. അത് പ്രതിപക്ഷം ഉയർത്തുന്ന ചോദ്യങ്ങളാവട്ടെ, ഭരണപക്ഷം ഉയർത്തുന്ന പ്രധാനപ്പെട്ട അവകാശവാദങ്ങളാവട്ടെ. പട്ടിണിയില്ലാത്തൊരു നാട് സൃഷ്ടിക്കാനല്ലേ ലോകത്ത്, ഇന്ത്യയിൽ വേറെ ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് ഇന്നിങ്ങനെ ഒരു പ്രഖ്യാപനം നടക്കുമ്പോൾ ഇത്രയും കൗതുകത്തോടെ, ഇത്രയും വലിയ ജാഗ്രതയോടെ നമ്മൾ ഇരിക്കുമോ എന്നുള്ളതാണ് ചോദ്യം. എങ്കിലും നമുക്ക് കാണണം ചില പ്രധാനപ്പെട്ട ചോദ്യങ്ങളുണ്ട് പ്രതിപക്ഷത്തിൻ്റെ. ആ ചോദ്യങ്ങളിലേക്കൊക്കെ നമ്മൾ വരാം.